ഒരാളിങ്ങനെ പറയുമായിരുന്നു, യൂഷ്വലി നല്ല ഉറക്കം കിട്ടുന്നതാണ്. കിടന്ന അപ്പം തന്നെ ഉറങ്ങും, പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനമായിട്ട് രാവിലെ ഉണരും, അങ്ങനെയായിരുന്നു ഒരു രീതി. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കുന്നു. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വല്ലാതെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ പേടികളോ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ സംഭവിക്കുന്നു. ഭയമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും വല്ലാണ്ട് പേടി തോന്നുന്നു എന്ന് പറഞ്ഞു. ആള് പറയുമായിരുന്നു, കുറച്ച് ദിവസങ്ങൾ മുമ്പ് ആൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഉറക്കത്തിന് പ്രശ്നങ്ങളുണ്ടായി, പതുക്കെ മനസ്സിന് ടെൻഷനായി, വല്ലാതെ പേടി തോന്നുകയും ഒരു കാര്യങ്ങളും ചെയ്യാനാവാതെ ഭയങ്കരമായിട്ടുള്ള പേടി കാരണം ഇപ്പം മരുന്നുകൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് ഇങ്ങനെ കേൾക്കുകയുണ്ടായെന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഈ വ്യക്തിക്ക് സംഭവിച്ചത്? ഇങ്ങനെ മറ്റൊരാളുടെ കാര്യം കേട്ടപ്പോഴേക്കും അതും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമോ? ചിലപ്പോൾ അവർ കേട്ടതെല്ലാം ശരിയാകണമെന്ന് പോലുമില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യം സംഭവിക്കുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന അവസ്ഥ. ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇതൊന്നും ആയിരിക്കില്ല സംഭവിച്ചത്, പക്ഷെ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് എൻ്റെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ലൈഫിൽ എന്താണുള്ളത് അതിനെപ്പറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. മറ്റൊരാളായിട്ട് നമുക്ക് പലപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്ക് ഉത്കണ്ഠപ്പെടാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ പലപ്പോഴും ഇമാജിൻ ചെയ്യുന്നതിൻ്റെ 1% പോലും ജീവിതത്തിൽ നെഗറ്റീവായിട്ട് നടക്കണമെന്നുമില്ല. എന്താണ് ചെയ്യാൻ പറ്റുക നല്ല ഉറക്കം കിട്ടാൻ? നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അല്പസമയം ശ്വാസത്തിൽ ശ്രദ്ധിച്ച് സമാധാനമായിട്ട് കിടക്കാൻ നോക്കാം. അടുത്ത ദിവസം വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അമിതമായ ഉത്കണ്ഠ മനസ്സിലേക്ക് വന്നാൽ മനസ്സിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റഡ്ലി സ്റ്റോപ്പ് പറയുക. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കണമെന്നില്ല നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ മൊമെൻറ്റ് ഞാൻ ശ്രദ്ധിക്കുക, ഇപ്പോൾ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുക. നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഇന്ന് നടന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷിക്കുന്ന ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. മറ്റൊരാളുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുന്ന എൻ്റെ ടെൻഡൻസി ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ജീവിതത്തിലെ മുൻപുള്ള കാലത്തേക്കാളും ഞാൻ എത്ര ബെറ്ററായി എന്ന് ഇപ്പോൾ ചിന്തിക്കാം. നാളെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടാതെ ഇന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ കമ്പാരിസൺ ടെൻഡൻസി നമ്മൾ കുറച്ച് കുറയ്ക്കണം. ഉത്കണ്ഠ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ഉറപ്പായിട്ടും ടെൻഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കുക, നമ്മുടെ ആ സമയത്തെ ഒരു ഭയം കൊണ്ടുണ്ടായ ചിന്തകളാണെന്ന് മനസ്സിലാക്കുക, തിരിച്ച് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക.